ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഇന്ന് കലാമണ്ഡലത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലത്തിലെ അധ്യാപികയായിരുന്ന സത്യഭാമ നടത്തിയിരിക്കുന്ന വർണ്ണവിവേചനം നമുക്കറിയാം. ഈ വിഷയത്തിൽ പ്രധാനമായും മോഹിനിയാട്ടം സൗന്ദര്യമുള്ളവരാണ് നടത്തേണ്ടത്, കറുത്ത ആളുകൾ മോഹിനിയാട്ടം കളിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ വളരെ ഉപരിപ്ലവവും അതുപോലെ തന്നെ ആളുകളെ പരിഹസിക്കുന്നതും അല്ലെങ്കിൽ വർണ്ണവിവേചനം പരമായതുമായ ഒരു പരാമർശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വിഷയത്തിൽ കലാമണ്ഡലത്തിലെ കുട്ടികൾ തന്നെ ആണ് നമ്മുടെ കൂടെയുള്ളത്. അത് ശരിയാണോ, സത്യഭാമ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ അവർ സംസാരിക്കും. ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം, കലാമണ്ഡലത്തിൽ പെൺകുട്ടികൾ മാത്രമാണ് മോഹിനിയാട്ടം പഠിക്കുന്നത്. എന്തായാലും ഭാവിയിൽ ആൺകുട്ടികൾക്ക് കൂടിയുള്ള ഒരു അവസരം ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കലാമണ്ഡലത്തിലെ കുട്ടികളുടെ ഒരു പ്രതികരണം തന്നെയാണ് പ്രധാനം. ഈ മോഹിനിയാട്ടം സൗന്ദര്യമുള്ള ആളുകളെ പാടുള്ളൂ, അതുപോലെ തന്നെ സൗന്ദര്യമുള്ള പെൺകുട്ടികൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ പലപ്പോഴും ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ്. ഒപ്പം തന്നെ ഈ കറുത്ത ആളുകളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു റേസിസവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിങ്ങളെ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണ് ഇക്കാര്യത്തിൽ? അവർ പറഞ്ഞിരിക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമ്പോൾ, പൊതുവേ നമ്മളെ മുഖ്യധാര സമൂഹത്തിനും പരിഷ്കൃത സമൂഹത്തിനും യോജിക്കാത്തതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് പറയാമെന്നുണ്ടെങ്കിൽ അതിനോട് ഞങ്ങൾ തീർത്തും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. പക്ഷേ കല എന്ന് പറയുന്ന ഒരു വർണ്ണത്തിലോ അല്ലെങ്കിൽ ജാതിയോ അങ്ങനെ അതിൻ്റെ തരംതിരിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. കഴിവുള്ള ഒരാൾക്ക് മോഹിനിയാട്ടം ആണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യാം. അത് ആളെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് നിറത്തിൽ ഒരു വിവേചനം വന്നിട്ട് അതിൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ശോകമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു ഇതിന് കലാമണ്ഡലത്തിൽ അധ്യാപികയായിരുന്ന ഒരു ആളാണ് ഇത് പറയുന്നത്. അവരെത്രത്തോളം ഏതോ കാലത്താണ് അവരിപ്പോഴും ജീവിക്കുന്നതെന്ന് തോന്നിപ്പോയിട്ടില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കാൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വിവേചനം ശരിക്കും അനുവദിച്ച് കൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിവിടെ ഒരു അധ്യാപികയായാലും ഇപ്പോൾ ഒരു നോർമൽ ഒരാൾക്ക് പോലും അങ്ങനെ ഒരു വിവേചനം നടത്താനുള്ള ഒരു അധികാരവും നമ്മുടെ ഇതിൽ ഭരണഘടനയിൽ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധം ഉൾപ്പെടെ എല്ലാം നടത്തിയിരുന്നു. അധ്യാപിക ഇവിടുത്തെ ഒരു അധ്യാപികയാണെങ്കിലും ചെയ്തതിനോട് ഞങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കൂടെ തന്നെ കറുത്തവരും വെളുത്തവരും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും ടീച്ചർ ചെയ്ത പോലൊരു വിവേചനം നടത്തുവാണെങ്കിൽ അത് പിന്നീടൊരു ഭാവിയിൽ അങ്ങനെ അതിനെ ശരിക്കും ബാധിക്കാന്നല്ലാതെ അതിനൊട്ടും ഗുണം എന്ന് പറയാനൊരു സാധ്യതയും കാണുന്നില്ല. ശരി. ഈ മോഹിനിയാട്ടത്തിൽ ബാഹ്യമായ സൗന്ദര്യ സങ്കല്പങ്ങളാണ് അവർ പറയുന്നത്. അതായത് വെളുത്ത ആളുകൾക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ നൃത്തം അഭ്യസിക്കുന്നവരാണ്, പഠിക്കുന്ന കുട്ടികളാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ നമ്മളെ നൃത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ബാഹ്യമായ സൗന്ദര്യം അടിസ്ഥാന ഘടകമായിട്ടുണ്ടോ? ബാഹ്യമായ സൗന്ദര്യം ഒരിക്കലും ഒരു കലയുടെ അടിസ്ഥാന ഘടകമല്ല എന്ന് ആദ്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ആ ചെയ്യുന്ന വ്യക്തി എങ്ങനെ വൃത്തിയായിട്ട് ആ കല പ്രേക്ഷകന് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഒരാൾ സ്റ്റേജിൽ നിന്ന് കറുത്ത ആളായിക്കോട്ടെ വെളുത്ത ആളായിക്കോട്ടെ, അയാൾ അവതരിപ്പിക്കുന്ന നൃത്തത്തിൻ്റെ ഭംഗി, അതിലെ അഭിനയം, അതിലെ അടവുകളുടെ വൃത്തി, അതുമാത്രമാണ് എപ്പോഴും ഒരു മുൻതൂക്കം കൊടുക്കേണ്ട സംഭവം. ഒരു കറുത്ത ആൾ വന്ന് സ്റ്റേജിൽ കളിച്ചു എന്നും പറഞ്ഞാൽ ആരും ഇരിക്കുന്ന ഓഡിയൻസ് മുഖം തിരിഞ്ഞിരിക്കില്ലല്ലോ. ഇരിക്കുമോ? ഇല്ല. അതൊരിക്കലും ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു പരാമർശമാണ് ഉണ്ടായത്. ഒരിക്കലും നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തികളല്ല കലാകാരന്മാർ. അതിപ്പം മോഹിനിയാട്ടം എന്നല്ല, ഏത് കലയായാലും നമ്മൾ വരുന്നതും അത്യാവശ്യം ഡ്രസ്സ് ചെയ്ത് മുഖത്ത് മേക്കപ്പ് ഇട്ട് എല്ലാം കൊണ്ടാണ്. അപ്പോൾ ഈ പുറത്തിരിക്കുന്ന ഓഡിയൻസ് ഇത് ചുരണ്ടി നോക്കില്ലല്ലോ നമ്മുടെ മുഖത്തിൻ്റെ ഉള്ളിലെ നിറം വെളുപ്പാണോ കറുപ്പാണോ എന്നൊരിക്കലും നോക്കിയിട്ടല്ല അവിടെ ഇരിക്കുന്ന പ്രേക്ഷകർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നവർ കറുപ്പാണോ വെളുപ്പാണോ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ അവരെപ്പോലൊരു അധ്യാപിക അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ ഈ അധ്യാപകർക്കിടയിൽ അത്തരത്തിലുള്ള ഒരു
ഒരു പക്ഷേ അങ്ങനെ ഒരു മനോഭാവം ഒരു റേസിസ്റ്റ് ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് ഏതെങ്കിലും അധ്യാപകരുടെ നിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഞാനിപ്പോൾ 8ാം ക്ലാസ്സിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഇപ്പം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ് 29 ഞങ്ങളുടെ ക്ലാസ് അവസാനിക്കുകയാണ്. എനിക്ക് എൻ്റെ നിറത്തിലൊരു ബോധം ഉണ്ടാവുമല്ലോ, ഞാൻ ഇത്തിരി ഇരുണ്ട വ്യക്തിയാണ്. ഇന്ന് വരെ എൻ്റെ ഒരധ്യാപകരും നീ കറുത്തിട്ടാണ്, നീ പുറകിൽ നിന്ന് കളിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ കളരിയിലെ ഒരു കുട്ടികളോടും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇവിടുത്തെ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതല്ല. ഞങ്ങളെ ഒരിക്കലും അങ്ങനെ ഒരു വിവേചനത്തിലൂടെ, എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എനിക്കും ഇല്ല, എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾക്കും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മോഹിനിയാട്ടം പെൺകുട്ടികളുടെ മാത്രം ഒരു കലാരൂപമായിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ കലാമണ്ഡലത്തിലൊക്കെ ഇപ്പോഴും പെൺകുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ ആൺകുട്ടികൾ കൂടി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല, ആൺകുട്ടികൾ ഓൾറെഡി ഇപ്പോൾ മോഹിനിയാട്ടം ചെയ്യണവരുണ്ട് പുറത്ത്. അത് കലാമണ്ഡലത്തിലും കൂടിയും കൊണ്ടുവന്ന ഇപ്പോൾ കഥകളിക്കും ചുട്ടിക്കും ഒക്കെ ഗേൾസിനെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ മോഹിനിയാട്ടത്തിനും കൂടിയും കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നല്ലൊരു തുടക്കമായിരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഉണ്ടോ? ആൺകുട്ടികൾ നിങ്ങൾ അറിയുന്നവരുണ്ടോ അങ്ങനെ കലാമണ്ഡലത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ? താല്പര്യമുള്ള ആൾക്കാരെ അറിയണവര് ഇവിടെ പണ്ട് പഠിച്ചായിരുന്നു ഒരു കുട്ടി. അവനിങ്ങനെ ഈ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ബോയ്സിന് കയറാൻ പറ്റാത്തതുകൊണ്ട് പറ്റിയില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ ഇങ്ങനൊരു വിവാദം, ഒരുപക്ഷെ കലാമണ്ഡലത്തിനെതിരെ ഇങ്ങനൊരു വിവാദം വരുന്നത്. കലാമണ്ഡലത്തിനെതിരെയല്ല, കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു സത്യഭാമ എന്ന് പറഞ്ഞ അധ്യാപിക, യഥാർത്ഥത്തിൽ കലാമണ്ഡലം സത്യഭാമ എന്ന് പോലും അറിയപ്പെടാൻ യോഗ്യത ഇല്ലാത്ത ഒരാളായിരുന്നു അവർ. കലാമണ്ഡലം സത്യഭാമ വേറെയുണ്ട്, പത്മനാഭൻ നായരും കലാമണ്ഡലം പത്മനാഭൻ നായരും ഒക്കെ ഒരുപാട് പയറ്റിത്തെളിഞ്ഞ കളരികളാണ്. അത്രയും ഒരുപാട് പ്രതിഭകളും പ്രഗത്ഭരും ഉണ്ടായ സ്ഥലം കൂടിയാണ് ഇത്. പക്ഷേ ഇവർ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ കറുത്ത ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശരിക്കും അത് കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് ഒരു അധ്യാപികയ്ക്ക് ചേർന്നതാണോ? ഒരിക്കലും ചേർന്നതല്ല. ഇതിനു മുമ്പും ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായിട്ടായിരുന്നു ആള് ഭരണസമിതി അംഗത്തിൽ നിന്ന് ആളെ പുറത്തേക്കാക്കിയായിരുന്നു. അന്നത്തെ സംഭവം എന്താന്ന് ഓർമ്മയില്ല. ഞാനിവിടെ പഠിക്കുമ്പോഴാണ് അന്ന് ഞങ്ങളിവിടെ സമരമൊക്കെ ചെയ്തത്. അന്ന് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ ഒരു വിവരമില്ല. പിന്നെ ഇപ്പോഴാണ് ഈ കാക്കയുടെ കാര്യം പറഞ്ഞ ആള് പൊങ്ങണേ. ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരാമർശങ്ങൾ ഉണ്ടാക്കും, പ്രശ്നമാക്കും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ ആളെന്നെ പോവാനാണ് പതിവ്. ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അവർ ഇതേപോലെ തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട്. ഞങ്ങൾ അതിനെതിരെ സമരങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇതുപോലെ എക്സാം ഇൻവിജിലേറ്ററായിട്ടൊക്കെ ടീച്ചർ വന്നിരുന്നു. വന്ന സമയത്തും ഇതുപോലൊരു വിവേചനം ഉണ്ടായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതും മുമ്പ് ഉണ്ടായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ജനകീയവൽക്കരിക്കപ്പെടുന്ന ജനകീയ കലയായി ഇത് മാറരുത്. ഇത് വളരെ ചുരുക്കം ആളുകളും സമ്പത്തും വരേണ്യതയും സവർണതയുള്ള ഒരാളുകൾക്ക് മാത്രമായി നൃത്തം മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു സങ്കുചിത മനസ്സിൻ്റെ ഉടമയായിട്ട് തോന്നിയിട്ടില്ല അവർ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ എത്രയോ ഇടങ്ങളിൽ പുരുഷന്മാരുൾപ്പെടെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ചെയ്യില്ല, എത്രയോ ഇടങ്ങളിൽ ചെയ്യുന്നുണ്ട്. മോഹിനിയാട്ടം ഉൾപ്പെടെ എനിക്കും അറിയുന്നവർ കുറേ പേരുണ്ട്. അതിൽ ഇപ്പോഴും ഇങ്ങനെ ടീച്ചർ ഇതിനെപ്പറ്റി കാക്കയുടെ നിറത്തിൻ്റെ ഇതിലാണേലും ലിംഗ വിവേചനം നടത്തുന്നതിലൊന്നും ഞങ്ങൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വള്ളത്തോൾ കലാമണ്ഡലം സ്ഥാപിക്കുന്ന സമയത്തൊട്ടേ കലയ്ക്ക് ഒരു മുൻഗണന കൊടുത്തിട്ടാണ്, അല്ലാതെ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതാണ് അദ്ദേഹം ഇവിടെ കലാമണ്ഡലം എന്നുള്ളൊരു സ്ഥാപനം നിലനിർത്തി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനൊരു മാറ്റം വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. ഈ നൃത്ത ഇനങ്ങളിൽ നമ്മൾ പലപ്പോഴും കലോത്സവങ്ങളിലൊക്കെ പറയും ഗ്ലാമർ ഇനം എന്നൊക്കെ മാധ്യമങ്ങൾ എഴുതാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഗ്ലാമർ ഇനമാണോ അല്ലേന്ന് ഇനിയെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലൊരു നിറം എന്നുള്ള രീതിയിൽ അതൊരു പ്രധാനമാണോ? ഈ നൃത്ത ഇനങ്ങളിലൊക്കെ നിറം, അല്ലെങ്കിൽ വെളുത്ത ആളുകൾക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതിനോട് യോജിക്കുന്നുണ്ടോ? നിറം പ്രധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വെളുത്ത ആൾക്കാരായാലും നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ മേക്കപ്പ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഈ മേക്കപ്പിനുള്ള കോളമായിരിക്കും എന്തായാലും ഈ കലോത്സവത്തിനൊക്കെ വെക്കുന്നുണ്ടാവുക. അല്ലാണ്ട് നിറം എന്ന് ഒരിക്കലും, അങ്ങനെയാണെങ്കിൽ നിറം എന്ന് വെച്ചാൽ മതിയല്ലോ, വെളുപ്പ് കറുപ്പ് എന്ന് വെക്കാമല്ലോ. അങ്ങനെ ഒരിക്കലും വെച്ചിട്ടില്ല. അപ്പോൾ മേക്കപ്പിലൂടെ ഒരു വേഷഭംഗിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട്
നിറം എന്ന് പറയേണ്ട ആവശ്യമില്ല. മോഹിനിയാട്ടത്തിൻ്റെ നിങ്ങളേതാ? മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ചെയ്യുന്നത്. ഈ മോഹിനിയാട്ടത്തിലെ പ്രത്യേകതകൾ, ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ എടുത്തു പറയുന്നുണ്ട് എന്നാണ് സത്യഭാമ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ 4 കാര്യങ്ങളിൽ ഒന്ന് സൗന്ദര്യമാണ് പ്രധാനം എന്ന് പറയുന്നുണ്ട്. അവരെ അതിലേക്ക് കൊണ്ടുപോകുന്നതും വെളുപ്പ് എന്നുള്ള ഒരു ഇതിലേക്കാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ മോഹിനിമാരായിരിക്കണം മോഹിനിയാട്ടം ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി വരുന്നുണ്ടല്ലോ. പണ്ടത്തെ പോലെ പണ്ട് സ്ത്രീകൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ ഇപ്പോൾ പുരുഷന്മാരും ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഈ കലാമണ്ഡലത്തിലും കുറച്ച് കഴിയുമ്പോൾ പുരുഷന്മാർ വന്നേക്കാം, അറിയില്ല. അപ്പോൾ വരണം തന്നെയാണ് ആഗ്രഹം. വരണം, എന്തായാലും വരണം. കാരണം പുറത്തും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. മോഹിനിയാട്ടം പഠിക്കാൻ ആഗ്രഹം, ഭരതനാട്യം, ഇവിടെ എല്ലാം വരണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. യഥാർത്ഥത്തിൽ ഈ ഒരു സ്ത്രീ പുരുഷൻ എന്നുള്ള പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യമുണ്ടോ കലയുടെ കാര്യത്തിൽ? ഇല്ല, കലയിൽ അങ്ങനെ പുരുഷൻ സ്ത്രീ അങ്ങനെ ഒരു വേർതിരിവ് വേണ്ടല്ലോ. എല്ലാവർക്കും തുല്യതയല്ലേ, എല്ലാവർക്കും എല്ലാം പഠിക്കാം. പിന്നെ അതിനോട് ഇല്ല. എന്തായാലും ഈ എല്ലാവരും ഇതിലേക്ക്, ഈ മേഖലയിലേക്ക് തന്നെ ഇത് കടന്നു വരണം എന്നുള്ളത് തന്നെയാണല്ലേ? അതെ, തീർച്ചയായും. ഈ പിന്നെ സത്യഭാമ പറഞ്ഞ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതായത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നു. ആദ്യമൊക്കെ ഞാൻ വളരെ കുറച്ച് ആളുകളെ പഠിപ്പിച്ച സ്ഥാനത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിക്കും ഒരു ആക്ഷേപമല്ലേ? ഈ മേഖലയിലേക്ക് ഇത് കൂടുതൽ ജനകീയമാവുകയും താല്പര്യമുള്ള ആളുകൾക്കെല്ലാം പഠിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുകയല്ല ഈ മേഖലയിൽ വേണ്ടത്? അങ്ങനെയല്ല, കൂടുതൽ ആൾക്കാർ വരുന്നത് നല്ലതല്ലേ? നമ്മുടെ കല വളരാനൊക്കെ അത് നന്നായി സഹായിക്കും. ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവരും പഠിക്കാന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയല്ല. നിങ്ങളൊക്കെ പുതിയ തലമുറയിലുള്ള വിദ്യാർത്ഥികളാണ്, നർത്തകിമാരാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മോഹിനിയാട്ടത്തിനെ നിങ്ങൾ കാണുന്നത്? പഴയ കാര്യങ്ങളുമായി, അല്ലെങ്കിൽ മോഹിനിയാട്ടം രൂപപ്പെട്ടത് മുതൽ പിന്നീട് അത് പരിഷ്കരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്ത് പറയുന്നത്? ഇപ്പോഴുള്ള വിവാദങ്ങളെയൊക്കെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു നിറത്തിൻ്റെയും ഒരു ലിംഗത്തിൻ്റെയും പേരിൽ ഒരു ഇങ്ങനെ വിവേചനം നടത്തുക എന്നുള്ള തെറ്റായ രീതിയാണ്. പിന്നെ പണ്ടുള്ള കാലം പോലെയുള്ള തന്നെ നമുക്ക് കാലം മാറി. അപ്പം അതിനനുസരിച്ച് കലയ്ക്ക് നമ്മൾ മാറ്റം വരുത്തണം. അതിനുള്ള മാറ്റം വേണം. അതുതന്നെ ആൺകുട്ടികൾക്കും മോഹിനിയാട്ടം ചെയ്യാം. മോഹിനിയാട്ടം എന്നല്ല, ഇപ്പം ഏതൊരു കല എടുത്ത് നോക്കിയാലും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും കലയിൽ ചെയ്യാമെന്നുള്ളൊരിത് കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഇത് പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഈ മേഖലയിലേക്ക് വരണം എന്നുള്ളൊരു അഭിപ്രായം തന്നെയല്ലേ ഉള്ളത്? മാറ്റി നിർത്തപ്പെടേണ്ടതില്ല. അവരെ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ മാറ്റി നിർത്തപ്പെടേണ്ടത് കലയ്ക്ക് ഒട്ടും യോജ്യമല്ലല്ലോ. അല്ല, ഒട്ടും യോജ്യമല്ല. ഒരു ജാതി ആയാലും മതമായാലും ഒരു ലിംഗത്തിൻ്റെ പേരിൽ ഒട്ടും നമ്മൾ കലയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യകതയില്ല. പണ്ട് കാലത്ത് ചിലപ്പം പല ബുക്കുകളിലും പുസ്തകങ്ങളിലും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഓരോ നർത്തക ലക്ഷണം, നർത്തകി തന്നെ വേണം, മോഹിനി തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ കാലം മാറി, അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. പുതിയ ആശയങ്ങളും പുതിയ രീതികളൊക്കെ വരണം കലയ്ക്ക്. ഈ കാലം മാറുന്നതനുസരിച്ച് മാറാത്ത ആളുകളാണ് സത്യഭാമ എന്ന് തോന്നിയിട്ടുണ്ടോ പഴയ അധ്യാപിക? അപ്പോൾ കഴിഞ്ഞ വിവാദങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റി കുറേ മാറിയല്ലോ. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ അതിൽ നിന്നും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാട് വിടുമ്പോൾ നടുവേ ഓടണം. അപ്പോൾ കലയിലായാലും നമ്മുടെ ജീവിതത്തിലായാലും സൊസൈറ്റിയിലായാലും കുറേ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പണ്ട് നമ്മൾ ഉണ്ടായിരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ നർത്തകി ലക്ഷണം എങ്ങനെയായിരിക്കണം, നർത്തകി എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാവും ആള് അങ്ങനെ നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ഒരിക്കലും അവരുടെ ഒന്നും ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നില്ലേ? പാടില്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. അതൊന്നും ഒട്ടും എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിക്ക് ഒട്ടും പറ്റുന്ന കാര്യമില്ല. കാരണം ഇപ്പോൾ സൊസൈറ്റി നമ്മുടെ സെൽഫ് ലവിനൊക്കെ കുറേ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നിറം ഏതായാലും നമ്മുടെ സ്വന്തം നിറം നമ്മൾ അതിൽ എന്താ പറയുക, അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം അതിൻ്റേതായ രീതിയിൽ നമ്മൾ സന്തോഷം കിട്ടാൻ ശ്രമിക്കും. അവരിപ്പോൾ കാക്ക എന്നൊക്കെ പറയുമ്പോൾ അത് അയാൾക്ക്, നമ്മുടെ രാമകൃഷ്ണൻ സാറിന് എത്രമാത്രം അതൊന്നും അതൊന്നറിയില്ല. നമുക്ക് കേൾക്കുന്നവർക്ക് തന്നെ അതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാക്ക നല്ലൊരു ജീവിയാണ്, പരിസരം വൃത്തിയാക്കി നല്ലൊരു ജീവിയാണ്. പക്ഷെ നിറം കൊണ്ട് കാക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. നിറം ഏതായാലും അതിൽ നല്ലൊരു ഇത് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. RLV രാമകൃഷ്ണൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർ ഈ കറുത്ത ആളുകളൊക്കെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവരൊന്നും കറുത്ത ആളുകൾക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്
ആക്ഷേപിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് നമ്മൾ കാണുന്ന പോലെയല്ല, വലിയ വലിയ അപകടകരമായ ഒരു സാധനമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്ത് തോന്നുന്നതിൽ? അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് തന്നെയാണ് ആലോചിച്ചത്. ഒരിക്കലും ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കല്ല ചെയ്തത് ആ പ്രസ്താവന എന്ന് പറയുന്നത്. കറുത്ത വ്യക്തികൾ എന്ന് അടങ്ങുന്ന ഒരു മുഴുവൻ ആൾക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. കറുപ്പോ വെളുപ്പോ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്തിനാണ് ഇങ്ങനൊരു വർണ്ണവിവേചനം കലക്കി കൊണ്ടുവരുന്നത്? കറുത്തവർ കളിച്ചാൽ അതിന് ഭംഗിയില്ലേ, വെളുത്തവർ കളിച്ചാൽ അതിന് ഭംഗിയില്ലേ? രണ്ടിനും ഭംഗിയുണ്ടല്ലോ. നിറം നോക്കി കളിക്കുന്നതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനോട് എനിക്ക് എങ്ങനെ ആ ചിന്താഗതി വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിതുവരെ അങ്ങനെ കറുത്തവർ കളിക്കുന്നതുകൊണ്ട് ഞാൻ കാണില്ല, അല്ലെങ്കിൽ വെളുത്തവർ കളിക്കുന്നു ഞാൻ കാണാം, എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം വരുന്ന തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു നിറത്തിൻ്റെ പേരിലുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ യുക്തിപരമായി ചിന്തിച്ചത് മാറ്റിയെടുക്കുക. ചിലപ്പോൾ പഴയ ആൾക്കാർ പറയുന്നത് കേൾക്കുന്ന ഒരു ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുണ്ടാവുക. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ ചിന്താഗതിയുടെ പ്രശ്നം, ഓരോ മനുഷ്യർക്കും ഓരോ ചിന്താഗതിയല്ലേ, അതിൻ്റെ ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കാം. അപ്പോൾ ആരുടെയെങ്കിലും മനസ്സിലൊക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും നിറത്തിൻ്റെ പേരിൽ ഒരു കലാകാരനെയോ കലാകാരിയോ മാറ്റി നിർത്തുകയോ അവർക്കൊരു വിഷമം ഉണ്ടാകുകയോ ചെയ്യരുത്. അവരുടെ അവതരണ രീതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് മറ്റൊരു കലാകാരന് ചിലപ്പോൾ എൻ്റെ അവതരണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. അദ്ദേഹം ചെയ്യുന്ന, അല്ലെങ്കിൽ അധ്യാപകൻ ചെയ്യുന്നതിലോ നിന്ന് ഞാൻ വ്യത്യാസപ്പെട്ട് ചെയ്യുമ്പോൾ എൻ്റെ അവതരണത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷെ ഒരിക്കലും അതൊരു നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ആവാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ നൃത്ത ഇനങ്ങളൊക്കെ ഒരുപാട് പരിഷ്കരിച്ചിട്ടാണ് വരുന്നത്. കഴിഞ്ഞ കാലങ്ങൾ ദേവദാസി സമ്പ്രദായത്തിൽ നിന്നൊക്കെയാണ് നൃത്തങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നീട് പരിഷ്കരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരികയും അന്ന് അതിനെ നമ്മളെ ഒരുപക്ഷെ നമ്മളെ പുതിയ സമൂഹം അംഗീകരിക്കാത്ത രീതിയിലായിരുന്നു നൃത്ത ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് മാറുകയും പൂർണ്ണമായി അതൊരു കല എന്നുള്ള രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു. പക്ഷേ ചില ആളുകളുടെ മനസ്സ് ഇപ്പോഴും ആ കാലഘട്ടത്തിലാണ് എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സത്യഭാമയുടെ അല്ലേ? അങ്ങനെ എല്ലാ കലകളുടെ കാര്യത്തിലും അങ്ങനെയാണ്. പലരുടെയും ഈ എന്താ പറയുക, ഞങ്ങളുടെ തലമുറയ്ക്ക് തൊട്ട് താഴെയുള്ള തലമുറയിലുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെയെന്ന് തോന്നുന്നു. അവരുടെ ചിന്താഗതി തന്നെ പണ്ടത്തെ പോലെ തന്നെ. കാരണം പണ്ടുള്ള പോലെയുള്ളൊരു ലോകമല്ല ഇപ്പോൾ ഉള്ളത്. ആകെ എന്താ പറയുക, വേറൊരു രീതിയിലാണ് ഇപ്പോൾ ഈ ലോകം കടന്നു പോണത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വർണ്ണത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഇങ്ങനെ ആൾക്കാരെ മാറ്റി നിർത്തുക, അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരെയും കൂടിയിട്ടാണ് അത് ചെയ്ത പോലെയാണ് ടീച്ചറുടെ പ്രസ്താവനയെന്ന് എല്ലാവരും മനസ്സിലായുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ കലകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കലകൾ ഒരുപാട് പരിഷ്കരിക്കപ്പെട്ടു. ഈ ദേവദാസി സമ്പ്രദായം രാജസദസ്സുകളിലുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾ അവരുടെ അങ്കലാവണ്യം കാണിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു നൃത്തം എന്നുള്ള സാധനം രൂപപ്പെട്ടെങ്കിൽ പോലും ഇന്നതൊരു കോഴ്സായി മാറുകയും അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് അതിനെ സമീപിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുകയും അങ്ങനെ അത് പഠിക്കാൻ തയ്യാറാകുന്ന കുട്ടികളുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ പക്ഷേ ഈ മനസ്സ് ഇപ്പോഴും പഴയ നമ്മൾ മണിപ്രവാള കൃതികളിലൊക്കെ പറയുന്ന പോലെ പഴയ കാലത്തെ രാജസദസ്സിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഉള്ള സത്യഭാമമാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതണമല്ലോ ഇത്തരം പ്രസ്താവനകളിലൂടെ. എന്ത് തോന്നുന്നു അതിൽ? ഇല്ല, അങ്ങനെ ശരിയാണ്. ഇപ്പോൾ ഈ ഒരു സമയങ്ങളിലും ഇങ്ങനൊരു ചിന്താഗതി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ വളരെ വിചിത്രമായിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അത് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കോലം മാറ്റുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. എന്നിട്ടും ഇപ്പോഴും അങ്ങനെ വർണ്ണത്തിൻ്റെ പേരിലാണേലും എല്ലാത്തിലും ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് നമുക്ക് ഒട്ടും. പ്രത്യേകിച്ച് നമ്മുടെ കലകളെല്ലാം തന്നെ ഒരു കാലത്ത് സവർണ ഒരു ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ക്ഷേത്രകലകളെല്ലാം തന്നെ. പക്ഷെ പുതിയ തലമുറയായ നിങ്ങൾക്ക് അതിനെ എങ്ങനെ മറികടക്കാൻ, ഒരു പൊളിറ്റിക്കലായി മാത്രമേ ഇനി അതിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു പഴയൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലുള്ളൊരു വിവേചനം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. നമുക്ക് മാറ്റി നിർത്തപ്പെടുക, ഇപ്പോൾ ഒരു അമ്പലങ്ങളിൽ ചെന്നാലും അവിടെ നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അങ്ങനെയുള്ളൊരു ഇപ്പോഴത്തെ ഈ ഒരു സമയങ്ങളിൽ ഞങ്ങൾക്ക് ഈ ഒരു തലമുറയ്ക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടിയും വരാറില്ല. മാക്സിമം നമുക്ക് ഒരു അമ്പലങ്ങളിൽ പോയാലാണെങ്കിലും നമുക്ക് പ്രോഗ്രാം ഞങ്ങൾ അങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ റെസ്പെക്റ്റ് ചെയ്യും. പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും. എല്ലാം ഇപ്പോഴും ഇതിൽ
വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടി വരാറില്ല. ഇപ്പോൾ ടീച്ചറിൻ്റെ ഈ ഒരു പ്രസ്താവനയോട് നമുക്ക് അത് ഇപ്പോഴും വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായില്ല അല്ലേ? അല്ല, നമ്മൾ ഇപ്പോഴും അങ്ങനെ ഒരു ഇതിൽ തന്നെയാണോ പോകുന്നതെന്ന് തോന്നി. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ടെങ്കിലും ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. അവർ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇതുപോലുള്ള സത്യഭാമമാർ ഈ കലയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കലയെ അത്രത്തോളം കലയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും അത് കുറേ അനുഭവങ്ങൾ നമ്മുടെ ഗുരുക്കന്മാരാണേലും കുറേ തവണ നമ്മൾ ക്ലാസ്സുകളിലിരുന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടി വന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ സത്യഭാമ ടീച്ചർ ഇതിനു മുമ്പ് തന്നെ ഇവിടെ സത്യഭാമ എന്ന് പറയുന്ന വേറൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അത്രയും മോഹിനിയാട്ടത്തിലാണെങ്കിലും അത്രയും അഗ്രഗണ്യമായിട്ടുള്ള ടീച്ചറിന് പോലും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സത്യഭാമ ടീച്ചർ നമ്മളോട്. ശരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതാണല്ല ഒറിജിനൽ സത്യഭാമ വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അതാണ്. ആ സത്യഭാമ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ അവരുടെ ഭർത്താവ് കലാമണ്ഡലം പത്മനാഭൻ നായരാണെങ്കിലും കലാമണ്ഡലം സത്യഭാമയാണെങ്കിലും ഒരുപാട് സംഭാവന കലാമണ്ഡലത്തിന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ അങ്ങനെ കാണുന്നില്ല, ആളുകൾ കാണുന്നില്ല. ഇവർ പക്ഷേ ഇവരെ അറിയപ്പെട്ടത് ഇങ്ങനെ ഒരു കുപ്രസിദ്ധിയിലൂടെ ആയിപ്പോയി എന്നുള്ളത്. സത്യഭാമ എന്ന് പറയുമ്പോൾ ഒരുവിധം കലാമണ്ഡലത്തെ കുറിച്ച് അറിയുന്നവരൊക്കെ വിചാരിച്ചിരിക്കുക മറ്റേ അങ്ങനെയുള്ള ഇതായിരിക്കും. ഒരു സത്യഭാമ എന്നുള്ളൊരു പേരിനൊരു കളങ്കം വരികയാണ് ഉണ്ടായത് ഈ ഒരു കുറച്ച് കാലയളവിൽ. അത് ശരിക്കും നമ്മളെ പോലുള്ള ഒരു ആസ്വാദകർക്ക് ശരിക്കും അതൊരു സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇങ്ങനെ ഈ കലകൾ ഇങ്ങനത്തെ ക്ഷേത്രകലകളാണെങ്കിലും അതുപോലെ തന്നെ ഈ നാട്യകലകളും അതുപോലെ തന്നെ സംഗീതം, ഇതിലൊക്കെ തന്നെ എല്ലാ കാലങ്ങളിലും ഒരു സവർണ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട്. ഒരു പരിധി വരെ അത് മറികടക്കാൻ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഇവിടെയും കഴിഞ്ഞിട്ടില്ല. ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പഠിക്കാൻ എത്തുന്നവരങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ പോലും ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വരെ ഒരു സവർണ ആധിപത്യത്തിൽ തന്നെ, അല്ലെങ്കിൽ സവർണർ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടില്ലേ? അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കലാമണ്ഡലത്തിലെ പല വിഭാഗങ്ങളിലും പല ജാതിയിലുള്ള കുട്ടികളും പഠിക്കുന്നുണ്ട്. ഒരിക്കലും ഇവിടെ നിന്ന് ആരും അതിനെ ഇന്ന ജാതിയിലുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെയല്ല. എല്ലാവരും ഒരുമിച്ച് നമ്മളെല്ലാം ഒരു ഇയറിലെ വിദ്യാർത്ഥികൾ അത്രമാത്രമേ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുള്ളൂ. അല്ലാതെ അവൾ ആ ജാതിക്കാരിയാണ് അല്ലെങ്കിൽ അവൻ ആ ജാതിക്കാരനാണ് എന്നൊരിക്കലും ഒരു വേർതിരിവിലൂടെ ഒരു കുട്ടികളും ഇവിടെ കണ്ടില്ല. ഞങ്ങളെല്ലാവരും ഒന്നാണ്. ഞങ്ങൾ കലാമണ്ഡലത്തിലെ കലാകാരന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. അതാണ് കാര്യം. അതായത് കൃത്യമായി തന്നെ കുട്ടികൾ അവരുടെ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഒന്നാണ്. ഇവിടെ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്തപ്പെടേണ്ടതില്ല, മാറ്റി നിർത്തപ്പെടുന്നില്ല. കേവലം ഒരു സത്യഭാമയുടെ ആ ഒരു ജൽപ്പനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. പ്രബുദ്ധ കേരളം തള്ളിക്കളഞ്ഞതാണ്. അതേ നിലപാട് തന്നെയാണ് ഇവിടുത്തെ കുട്ടികൾക്കുമുള്ളത്.